നമസ്കാരം. ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ പ്രധാന മുസ്ലിം ആരാധനാലയമായ തളങ്കര മാലിക് ദിനാർ വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ഇവിടെ നേർച്ചയായിട്ട് ഒരു ആൺകുതിരയെ കിട്ടിയിരുന്നു. കർണാടക തുംകൂർ സ്വദേശി മുഹമ്മദ് ഷംസീറാണ് ഒരു ആൺകുതിരയെ പള്ളിക്ക് നേർച്ചയായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ കുതിരയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടെ മാലിക് ദിനാർ പള്ളിയും അതിൻ്റെ പരിസരങ്ങളൊക്കെ നമുക്ക് കാണാം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെ തളങ്കരയിൽ ചന്ദ്രഗിരി പുഴയോരത്താണ് ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. അറേബ്യയിൽ നിന്ന് കപ്പൽ കയറി വന്ന മാലിക് ഇബ്നു ദിനാറും സംഘവും കേരളത്തിലും ദക്ഷിണ കർണാടകയിലുമായി 10 പള്ളികൾ പണിതുയർത്തി. അതിൽ 8ാമത്തെ പള്ളിയാണ് കാസർഗോട്ടേത്. ചരിത്രവും വിശ്വാസവും ഇഴചേർന്നു നിൽക്കുന്ന കാസർഗോട്ടെ മാലിക് ഇബ്നു ദിനാർ മസ്ജിദ് ഉത്തര മലബാറിലെ അത്യുന്നതമായ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ്. കേരളത്തിൽ ഇസ്ലാം വന്നണഞ്ഞ കാലത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണത്. 1400 വർഷത്തിലേറെ പഴക്കം, കാലങ്ങളെ വെല്ലുന്ന വാസ്തുശില്പ മികവ് ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകതയാണ്. ചരിത്രമൊളിഞ്ഞിരിക്കുന്ന ഈ പള്ളിയുടെ വിശുദ്ധി തേടി വിദേശികൾ ഉൾപ്പെടെ ഒരുപാട് വിശ്വാസികൾ ദിനം പ്രതി ഇവിടെ എത്തുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ കുതിരയെ കാണാം. ഒരുപാട് ആളുകൾ വളരെ കൗതുകത്തോടു കൂടി ഈ കുതിരയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ കുതിര ഇപ്പോൾ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളെ പേര് ഹനീഫ്. പിന്നെ നമ്മളിപ്പോ ഇവിടെ കുതിരനെ കിട്ടിയിട്ട് എത്ര ദിവസമായി? 5 ദിവസമായി. ഞായറാഴ്ച. ഓക്കെ. അപ്പം ഇതിന് കഴിക്കാനെല്ലാം എന്തെല്ലാം കൊടുക്കുക? പുല്ല് കൊടുക്കുന്നുണ്ട്. പിന്നെ മുതിര, പിന്നെ ഗോതമ്പിന്റെ പൊടി എങ്ങനെ കലക്കി കൊടുക്കും? ശരി. എത്ര വയസ്സുണ്ട് ഇതിന്? 12 വയസ്സ്. 12 വയസ്സെന്ന് പറഞ്ഞാൽ ആൺകുതിരയാണല്ലേ? എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണല്ലേ? അതെ അല്ലേ? ട്രെയിൻഡായ കുതിര തന്നെയല്ലേ? കുറച്ച് ആളുകളായിട്ട് നല്ല മെരിഞ്ഞ കുതിര തന്നെയാണ്. ഇപ്പൊ കുതിര വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് അബ്ദുൽ മജീദ് ബാക്കവി. കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയാണ്. ഇവിടെ കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയിലെ ഖത്തീബും ഇമാമുമായിട്ട് 10 വർഷത്തിലധികമായി. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പള്ളിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു, അതിൻ്റെ ചരിത്രവും കാര്യങ്ങളും. 1400-ലധികം വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയും മക്ബറയാണ് ഇവിടെ ഉള്ളത്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ സ്വഹാബികൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിട്ടുണ്ടും ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹിജ്റ 22 അഥവാ പ്രവാചകർക്ക് ശേഷം 1-ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം 2-ാം ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്താണ് ഇവിടെ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. ഹിജ്റ 22 ഒരു റജബ് മാസം 13 തിങ്കളാഴ്ചയാണ് ഇവിടെ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് ഈ പള്ളിയുടെ അകത്തേക്ക് കടന്നു പോകുന്ന വാതിലിന്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മളിവിടെ കഴിക്കുന്നത് 1418-ാം വാർഷികമാണ് കഴിഞ്ഞത്. അപ്പൊ അത്രയും പഴക്കമുള്ള പള്ളിയാണ്. കേരളത്തിൽ നല്ല ഇന്ത്യ എന്ന് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ തീർത്ഥാടകരായ ആളുകൾ ഇവിടെ വരികയും ഇവിടെ സിയാറത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 3 വർഷത്തിലൊരിക്കൽ ഇവിടെ മാലിക് ദിനാർ ഉറൂസ് മുബാറക്ക് നടക്കുന്നുണ്ട്. ഇപ്പം ഉറൂസ് നടക്കേണ്ട സമയമാണ്. അത് കൊറോണയും ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് നിന്ന് പോയതാണ്. നേർച്ച എന്ന് പറഞ്ഞാല് 3 വർഷത്തിലൊരിക്കൽ ഉറൂസ്, അതാണ് നേർച്ച. ഇത് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് ഉണ്ടാവാറ്. 21 ദിവസം മതപ്രഭാഷണവും 10 ദിവസത്തോളം ദുആയും ദിക്റും ദുആകളുമായിട്ട് 1 മാസത്തോളം പൂർണ്ണമായി നീണ്ടു നിൽക്കുന്ന ഉറൂസ് ഉണ്ടാവും. അതിൻ്റെ സമാപനം എന്നോളം ഈ കാസർഗോഡ് ജില്ല മാത്രമല്ല അതിൻ്റെ പുറത്തുള്ള ആളുകൾക്ക് വരെ ഭക്ഷണം വിതരണം ചെയ്യുന്ന 10ഉം 100ഉം പോത്തിനെയൊക്കെ അറുക്കപ്പെടുകയും അത്രയും ഭക്ഷണങ്ങളും വിതരണം ചെയ്യപ്പെടുന്ന സമാപനത്തോടു കൂടിയാണ് ആ ഉറൂസ് അവസാനിക്കൽ. അത്രയും വലിയ ഉറൂസൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഈ ചുറ്റുഭാഗത്തുള്ള പള്ളികളിൽ നിന്ന് 40 വീടുകൾക്ക് ഒരു കൗൺസിൽ എന്ന രീതിയിലാണ് ഇവിടുത്തെ ജനറൽ ബോഡി മെമ്പർമാർ. 83 ജനറൽ ബോഡി മെമ്പർമാരാണ് ഇവിടെ ഉണ്ടാകുക. അതിൽ 15 ആളുകളാണ് ഇതിന്റെ ഹൈ പവർ കമ്മിറ്റി. അത് ഇപ്പോഴതിന്റെ പ്രസിഡന്റ് യഹിയ തളങ്കരയും സെക്രട്ടറി എ അബ്ദുറഹ്മാൻ സാഹിബും ആണ്. അപ്പൊ അതിന്റെ കീഴിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നേർച്ച പല കോലത്തിലൂടെ വരാറുണ്ട്. ആടുകള്, കോഴികള്,
കുതിര ആദ്യമായിട്ടാണ് വന്നത്. അതിന്റെ ഒരു സന്തോഷവും അതിന്റെ ഒരു അത്ഭുതവും ആണ്. സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണം എന്ന് കമ്മിറ്റി തീരുമാനം നോക്കിയില്ല. ചിലരൊക്കെ പറയുന്നത് ബാർ വിളിച്ച് ലേലം വിളിച്ച് വിൽക്കണം, ചില ആൾക്കാരെ അഭിപ്രായം ഇവിടെ തന്നെ നിർത്തണം. അപ്പൊ ഏതായാലും അത് കമ്മിറ്റി തീരുമാനിക്കും. അത് കമ്മിറ്റി യോഗം ഉണ്ട്, അതിന് ശേഷം ആ തീരുമാനമാവും. അപ്പം കർണാടകയിലുള്ള തുംകൂർ എന്നുള്ള പ്രദേശത്തുള്ള ഒരു 40 വയസ്സുള്ള ഒരു സാധാരണക്കാരനാണ് ഒരാണായ കുതിരനെ ഇവിടേക്ക് നേർച്ചയാക്കി. മൂപ്പര എന്തോ കാര്യങ്ങൾ സാധിച്ചപ്പോൾ മൂപ്പര നേർച്ച വീടിയതാണ്. ഈ പള്ളിയിലേക്ക് എത്തിയിരിക്കുന്ന അബ്ദുൾ ഷുക്കൂർ എന്ന ഒരാളെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. പിന്നെ നിങ്ങളുടെ വീട് കണ്ണൂർ എന്നാണ്? കണ്ണൂർ എവിടെയാണ്? പഴയങ്ങാടി. ഇപ്പോൾ താമസിക്കുന്നത് ചുമടുതാണി. നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാണ്? അല്ലല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വന്നു. അതെ അല്ലേ? അവരോട് വേറെ ആവശ്യത്തിന് വന്നിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ അനുസരിച്ച് നമസ്കരിച്ച് കണ്ടിട്ട് പോകാനുള്ള നേർച്ച കുതിരയെ കിട്ടിയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ട്രാവൽ ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്